ഭാഗവതം ജീവിത സന്ദേശമാക്കിയ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സമാധി ദിനം ആചരിച്ച് മള്ളിയൂർ. ഭാഗവതാചാര്യനെ ഭക്തർ പൂക്കളർപ്പിച്ച് പ്രണമിച്ചു. കലാമണ്ഡപത്തിൽ 60-ലധികം സംഗീതജ്ഞർ ആരാധന നടത്തി. അഖണ്ഡനാമ ജപത്തോടെയാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം ഇന്നുണർന്നത്. ഭാഗവതാചാര്യൻ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ 14ാം സ്മൃതി ദിനമാണ് ഇന്ന്. മള്ളിയൂർ തിരുമേനിയുടെ ശിഷ്യരും ഭക്തരും പ്രമുഖ വ്യക്തികളും മള്ളിയൂർ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തി. സമാധി മണ്ഡപത്തിൽ സ്മൃതി പൂജ നടത്തി. മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിയും കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും ഗുരുനാഥനെ പ്രണമിച്ചു. സമാധി മണ്ഡപത്തിനു ചുറ്റുമുള്ള വിളക്കുകളിലേക്ക് അഗ്നി പകർന്നു. പുഷ്പങ്ങൾ സമർപ്പിച്ചു വണങ്ങി. പതിനാല് വർഷമായി അച്ഛനിപ്പോൾ പോയിട്ട്. എല്ലാ വർഷവും അച്ഛനുള്ളപ്പോൾ ഞങ്ങളൊരു അച്ഛൻ്റെ മുമ്പിൽ സംഗീതാർച്ചന പോലെയൊക്കെ നടത്തി, അതുപോലെ നാമജപമൊക്കെ ആയിട്ടായിരുന്നു അച്ഛനുള്ള കാലത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അച്ഛൻ പോയതിനു ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ജയന്തി ആഘോഷിക്കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതൊരു ആഘോഷമായിട്ട് നമുക്ക് തോന്നാറില്ല. മനസ്സിലൊരു വിട്ടുപോയതിൻ്റെ ഒരു ദുഃഖം, അത് ഇന്ന് കാണുന്ന ഈ ക്ഷേത്രം മുഴുവനും അച്ഛന്റെ ഒരു തപസ്സിന്റെ ബലമാണ്. മോൻസ് ജോസഫ് MLA, BJP കോട്ടയം മേഖലാ പ്രസിഡന്റ് N. ഹരി എന്നിവർ സമാധി മണ്ഡപത്തിലെത്തി പൂക്കൾ സമർപ്പിച്ചു. അദ്ദേഹം പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ ഈ ലോകത്താർക്ക് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മള്ളിയൂര് എന്ന് പറയുന്നത് മള്ളിയൂർ തിരുമേനിയാണ്. ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം നേരിട്ട് സ്വായത്തമാക്കിയ ആളാണ് അദ്ദേഹം. ഇന്നിവിടെ വരുന്നവരെല്ലാം തന്നെ ഈ മള്ളിയൂര് എന്ന പേര് വന്നത് തന്നെ തിരുമേനി ആണ് എല്ലാവരുടെയും മനസ്സിൽ. ഭഗവാനൊപ്പം തന്നെ ഹൃദയത്തിൽ ആ സ്ഥാനം എല്ലാവരും, ഇത് ഇവിടെ മാത്രമല്ല, ലോകത്ത് മുഴുവൻ എവിടെയൊക്കെയാണോ ആളുകളുള്ളത് അവരെല്ലാം ഭഗവാനൊപ്പം തന്നെ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന തിരുമേനി. ഈ ദിവസത്തില് സ്വാഭാവികമായും എത്രയോ ആളുകളാണ്, നമ്മളത് മനസ്സിലാക്കണം. ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെടാതെ ഇതുപോലൊരു അദ്ദേഹത്തിന്റെ സ്മൃതി ദിനത്തിൽ ഇത്രയും അധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ നോക്കണം. വേറെ ആർക്കും കിട്ടാത്ത അദ്ദേഹത്തിന്റെ ആ ഒരു അംഗീകാരം അതിന് ആണോ പറയേണ്ടതെന്ന് പോലും എനിക്ക് വാക്കുകളില്ല. ക്ഷേത്രത്തിലെ കലാമണ്ഡപത്തിൽ 60-ലധികം സംഗീതജ്ഞർ ആരാധന നടത്തി. രാവിലെ 8 മുതൽ 12 മണിക്കൂർ നീണ്ടുനിന്നു സംഗീതാർച്ചന. സംഗീതാർച്ചന ഇഷ്ടപ്പെട്ടിരുന്ന ആചാര്യന്റെ ഓർമ്മകൾക്കുള്ള സമർപ്പണമാണ് ഇത്. ശ്രീമദ് ഭാഗവതാമൃതം ഹൃദയങ്ങളിലേക്ക് പകർന്ന ആത്മീയ തേജസ്സിന് പ്രണാമം. ജനം, കോട്ടയം.